ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗുരുവിൻ്റെ അതിഗഹനമായിട്ടുള്ള ആത്മോപദേശ ശതകം, അത് അനുഭൂതിയുടെ ഉന്നത ശൃംഗത്തിൽ ഗുരു വിരാജിക്കുമ്പോൾ എഴുതിയ കാവ്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ ഈസി ആയിട്ടൊന്നും അല്ല നമ്മൾ കടന്നു പോകുന്നത്. അതിലേക്കുള്ള ഒരു എത്തിനോട്ടം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ഗുരു പറയുന്ന പോലെയുള്ള ആ ഒരു അഗ്നിയെ നമ്മൾ ജ്വലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഗുരു പറയുന്നത് നമ്മളുടെ ഈ ശരീരത്തോടുള്ള ഭയങ്കരമായിട്ടുള്ള ആസക്തിയാണ്. അപ്പോൾ അതാണ് 83-ാമത്തെ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഉടയും ഇരിക്കും, ഉദിക്കും, ഒന്നു മാറി തുടരും, ഇതിങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാവിടർ അറുമൊന്നിതു നിർവികാരം ആകും. അപ്പോൾ ഇവിടെ ഉടയും എന്ന് പറയുന്നത് ഉടഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. ഇരിക്കും, അത് ഉണ്ടായിരിക്കും. ഉദിക്കും, അതുപോലെ അത് ജനിക്കും. ഒന്ന് മാറി തുടരും, ഒരു രൂപം എടുത്ത് അത് കഴിഞ്ഞ് വേറൊരു രൂപത്തിൽ അതിങ്ങനെ തുടരുകയാണ്. ഓരോന്നോരോന്ന് മാറി മാറി തുടരും. ഇത് ഇപ്രകാരം ഇങ്ങ് ഉടലിൻ സ്വഭാവമാകും. ഈ ശരീരത്തിന് സ്വഭാവമാണ്, അത് സഹജമായിട്ടുള്ളതാണ്. പിന്നെയോ മുടിയിലിരുന്ന് ഈ മാറ്റങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാം അപ്പുറത്തിരുന്ന് കൊണ്ട് മൂന്നും സൃഷ്ടി സ്ഥിതി ലയം, ഇതിനെയാണ് അവിടെ മൂന്നും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് അറിയുന്നു, ഈ മൂന്നിനെയും ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടററും, അത് ഇടർച്ച ഒരിക്കലും ഇല്ലാത്തതായിട്ടുള്ള, അറിയുന്നത് ഇല്ലാത്താകുന്നത്. ഒന്നിത് നിർവികാരമാകും, അത് നിർവികാരമായിട്ടുള്ള ആ പരമ്പൊരുളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം കെയർ കൊടുത്ത് നമ്മൾ ഈ മനുഷ്യ രാശി ആകമാനം, അതേപോലെ തന്നെ മൃഗങ്ങൾ, ജീവനുള്ള എല്ലാം അതിൻ്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതികഠിനമായ രീതിയിലുള്ള പ്രയത്നങ്ങൾ നടത്തുന്നത്. അതിനെ നിലനിർത്തണം, അതിന് ഭക്ഷണം കൊടുക്കുന്നു. മനുഷ്യരാണെങ്കിൽ അതിനെ കുറേയും കൂടി സുന്ദരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളിൽ അവരാദ്യം അത് വിറ്റഴിച്ചുകൊണ്ടിരുന്നു. അത് ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ടും ഇവിടുത്തെ ആളുകൾ കൂടുതൽ മറ്റുള്ളവരേക്കായും ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും സൗന്ദര്യ സങ്കല്പമൊക്കെ. അപ്പോൾ അത് വലിയൊരു ബിസിനസ്സാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. നമ്മുടെ മഹർഷിമാർ പറഞ്ഞിരിക്കുന്നു, ശീര്യതേ അനേന ഇത് ശരീരം. അത് ജനിക്കുമ്പോൾ തുടങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം. അപ്പോൾ ഇവിടെ ഗുരു അത് പച്ച മലയാളത്തിൽ പറയുന്നു, ഉടയും ഇരിക്കും ഉദിക്കും എന്ന് പറയുന്നത്. അത് പല പല രൂപത്തിൽ അത് നശിക്കുന്നു, അതിരിക്കുന്നു, അതേപോലെ വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ അത് ഉടലിൻ്റെ സ്വഭാവമാണ്. ശരീരം ഏത് ജീവിയിൽ, അതായത് പുനർജന്മം, നമുക്ക് അങ്ങനെയും കൂടി അത് മനസ്സിലാക്കാവുന്നതാണ്. നിരന്തരമായിട്ടുള്ള സാക്ഷാത്കാരം ലഭിക്കുന്നവരെ നമുക്കിതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന ആളുകൾ പറയും, ഭയങ്കര ക്ഷീണമാണല്ലോ എന്ന് ചോദിക്കും. സത്യത്തിൽ ഈ ശരീരത്തിന് ക്ഷീണമുണ്ടാകും. അത് പ്രായമാകുമ്പോൾ മുടി നരയ്ക്കും, താടി നരയ്ക്കും, ശരീരത്തിൻ്റെ ത്വക്ക് ചുക്കിച്ചുളിയും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ
നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇതിനെല്ലാം മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുടി നരയ്ക്കുമ്പോൾ നമ്മളെ വിചാരം നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നു എന്നാണ്. അതിന് അവർ ഡൈ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫാഷൻ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ മുടിയൊക്കെ നരപ്പിക്കുന്ന ഒരു ഡൈ ആണ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു നേരെ തിരിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ എന്തൊക്കെ കോമാളിത്തരം കാണിക്കാമോ അതെല്ലാം നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉടലിൻ്റെ സ്വഭാവമാണ് എന്ന് മഹർഷി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ദുരന്തങ്ങളും വന്നു ചേരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഏവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം.